ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കാർ ഫോർ സെയിൽ. നമ്മൾ ഇന്ന് കാർ വാങ്ങിക്കുന്നതല്ല, ഞാൻ കുറേ ഇരുന്നത് റെൻറ്റ് ചെയ്തേട്ടോ. അതിന് നിങ്ങൾക്ക് നോക്കിയാൽ ഡേ 28 ആയി. 7.5 ലക്ഷം, 7.5 7,17,000 രൂപ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓഫീസ് വലുതാക്കാൻ പോകുന്നു. ഈ ഓഫീസ് പക്ഷേ ഇത്ര വലുതൊന്നും വേണ്ട. ഓഫീസ് ചെറുതാക്കിയിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ കാർ ഇടാൻ പറ്റണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. 7 ലക്ഷം ഉണ്ട്, 5 ലക്ഷത്തിന് സ്ഥലം വലുതാക്കാൻ പറ്റുമെന്ന് തോന്നണേ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഓഫീസ് എഡിറ്റ് മോഡ് ഫസ്റ്റ് നമ്മൾ വലുതാക്കുന്നു കട. എവിടെ ഓഫീസ് അപ്ഗ്രേഡ്സ്? 5 ലക്ഷം പോയി. അടുത്ത അപ്ഗ്രേഡിന് 10 ലക്ഷം വേണം കേട്ടാ. എഡിറ്റ് മോഡിൽ പോയിട്ട് നമ്മൾ ഇതെന്തൊരു ചെയ്യുന്നപ്പോൾ റീസ്റ്റോർ ആണല്ലോ ഇത്. മൂവ് ആൻഡ് ഡിലീറ്റ്. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം കേട്ടാ. ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പോയെ. എനിക്ക് എന്തിനാ, കടയിൽ ആൾക്കാർ കയറി ഇരിക്കാറ് പോലില്ല. മൊത്തം പൊളിച്ചു ചേട്ടാ. എല്ലാം. അയ്യോ, കമ്പ്യൂട്ടർ. ഈ മതിലൊക്കെ എന്തിനാ? മതിലൊക്കെ ഞാൻ കട വലുതാക്കാൻ പോയി. കട വലുതാക്കൽ. ആകാശത്തൊക്കെ സാധിക്കുന്നു. ഇനിയൊന്നുമില്ല, അതിന്റെ ബാക്കിലൊന്നൊന്നുമില്ല. ഇതും പോകാൻ ഇത് പോകാൻ പറ്റില്ല കേട്ടാ. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ടൈൽസ് ഇടണം താഴെ. ഇതെന്തരപ്പോ? ഇതെന്തായിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. മോളിലുള്ള ഐറ്റാണ്. എന്താണോ? ഇവിടെ കറക്റ്റാണല്ലോ. ഇല്ല, കുറച്ചും കൂടി സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ. അവിടെ ഇതിന് 500 വെച്ച് പോകുന്നുണ്ട് കേട്ടാ. ഇതെങ്ങനെ തിരിക്കാന്ന് എനിക്കറിയാത്തത്. ഇങ്ങനെ. ഇവിടേക്ക് വലുതാക്കാൻ പറ്റുമോ? മൊത്തം പൊളിക്കണല്ലോ എങ്ങനെയാണെങ്കിൽ. തൽക്കാലം ഇങ്ങനെ പോട്ടെ. അടുത്ത പ്രാവശ്യം വലുതാക്കുമ്പോൾ നമുക്ക് വലുതാക്കാം. അപ്പോൾ 2,21,000 ഉണ്ട് എൻ്റെ കയ്യിൽ. ഇവിടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഓഫീസ് ഒരു സൈഡിലോട്ടാക്കാൻ പോയി. ഓഫീസ് അതായത് ഈ ഒരു സൈഡിൽ മാത്രമേ ഓഫീസ് കേട്ടാ. വിൻഡോ എന്തൊരു ഡോറുണ്ട്. വെറൈറ്റി ഡോറൊക്കെ ഉണ്ട് കേട്ടോ. 1500 സപ്പോർട്ടാ. നമുക്ക് വലിയ ഇതൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അതില് വലിയ നില ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ചെറിയ ഓഫീസ് മതി. എവിടാ? ഈ വിൻഡോ ഇരിക്കട്ടെ. അവിടെ ഇത് ഇങ്ങനെ തിരിയില്ലേ? വെയിറ്റ്. തൽക്കാലം നീ അവിടെ ഇരി. ഇനി ഇവിടെ വിൻഡോ അവിടെ. ഇവിടെ ഒന്ന്. ഓക്കെ, ഇത്രയുള്ളൂ ഓഫീസ്, ഇത്രയുള്ളൂ. സിമ്പിൾ. ഡോർ എവിടെ? ഡോറ്. അയ്യോ, അത് ഡോറല്ല. അത് പോയി. ഡോർ.
ഓ ഏതാ ഡോറ്? അയ്യേ പറ്റൂക്കില്ലല്ലോ. അവിടെ കുറച്ച് വശം അങ്ങനെ പോയി. ഡോർ ഗ്ലാസ് ഡോർ തന്നെ മതി. ഇത് മതി. ആ ഇനി എന്തൊരു ഇതൊക്കെ വെറുതെ, ഇതൊക്കെ നമുക്ക് കട വലുതാക്കുമ്പോൾ എപ്പോഴും സെറ്റാക്കാം. അപ്പോൾ ഇനി നമ്മൾ വണ്ടി കയറ്റിടാനുള്ളത് ഒരെണ്ണോട്ടിരിക്കട്ടെ. രണ്ടരശപ്പ് തീരും കേട്ടാ. ആ പിന്നെ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് സ്കിൽ പോയിന്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ആരോ പറഞ്ഞോട് ബാർഗെയിനിങ്ങിന്റെ സ്കില്ലാണ് വാങ്ങിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ബാർഗെയിനിങ്ങിന്റെ സ്കില്ലാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് കേട്ടാ. ഇത് നല്ല കാര്യല്ലേ, ഇങ്ങനെ കൂടി കിടന്നോട്ടല്ലേ വണ്ടി. പക്ഷെ ഇത് കൊള്ളുവോ? അതിൻ്റെ അകത്ത് വണ്ടി ഇടാൻ പറ്റുമോ? അത് വേണ്ടായിരുന്നു. ഷിറ്റ്. ഓക്കെ, അപ്പോൾ ഓഫീസിൻ്റെ പണി. അയ്യോ ഓഫീസിന് റൂഫില്ല. ആ ഇതാണ് റൂഫ്. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. അപ്പോൾ ഓഫീസ് സെറ്റായി. ഈ മതിലെന്തിനാണോ? ഓ ഇവിടെ മതിലിരുന്നിട്ടുണ്ട്. ഓ ഇത് മോളിക്കൊക്കെ കിട്ടിപ്പോവാം കേട്ടാ. നമ്മൾ അടുത്ത ലക്ഷ്യം ഒരു 2 നില ഇതാണ് കേട്ടാ. അയ്യോ തലയിരി. എടാ ഇത് എന്തൊരു ഇത് പരിപാടി കാണിക്കുന്നവര്. ആ ഇനി സെറ്റ്. ആ ഇപ്പൊ സെറ്റ്. ഓക്കെ, അപ്പം നമ്മൾ കടറ ലുക്ക് വെച്ചിട്ടുണ്ട്. പോയില്ലായിരുന്ന ഓഫീസിലോട്ടുള്ള എൻട്രി ഇങ്ങനെയല്ലേ വരുന്നുണ്ട് ശരിക്കും. ഓക്കെ, വിൻഡോ, ഡോറ്, ഓക്കെ സെറ്റ്. ഇനി ഐറ്റം പോയേന് ആർക്കും ഉപദ്രവമില്ലാത്തൊരു ഭാഗത്ത് പോയിരുന്ന അവിടെ ഇരുന്ന കമ്പ്യൂട്ടർ അവിടെ എടുത്തിട്ട് റെഡി ആവില്ല. ഓക്കെ അത് സെറ്റ്. ഈ ഡെക്കറേഷൻസ് ഇരിക്കട്ടെ, ഓഫീസൊക്കെ അല്ലേ, ലുക്കായിക്കോട്ടെ. ഒരു അയ്യോ ഓക്കെ ഇപ്പൊ കറക്റ്റ്. ഇനി എന്തിനു വെക്കും? അവിടെ ഇത് എന്തോ ഇല്ല ചെടിച്ചിട്ടത്. അവിടെ മോനി കാർ ഫോർ സെയിൽ. ആ അത് കൊള്ളാം, അത് കൊള്ളാം. ഇതെവിടെ വെക്കാം? ഓക്കെ, ഇത് ഓഫീസിന്റെ മുമ്പിലായ. ഓക്കെ ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ സെറ്റ്. ഇനി എന്തെങ്കിലും ഈ കുതിര വലുത്ത. ഓ വലിയ കുതിര കേട്ടാ. അവിടെ ഇരുന്നോട്ടെ. ഓഫീസ് ലുക്കായി. അപ്പോൾ ലൈറ്റ് ഒന്നുമില്ല. ഇതെന്തൊരു സാധനം? ഓ ഇത് മറ്റേ കറങ്ങുന്ന സാധനം. അതിപ്പോൾ വേണ്ട, അത് പിന്നെ എടുക്കാം. ഇപ്പോൾ 1,96,000 രൂപ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ്.
കാറൊന്നും നമ്മൾ വാങ്ങിക്കേണ്ടി വെച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി കുറച്ച് ഗ്രൈൻഡ് ചെയ്തെന്ന് കാണിച്ചു തരാം. കുറച്ചുള്ളൂ. ഈ വേണ്ട, നമുക്ക് മാർക്കറ്റിൽ പോയിട്ടൊരു കാർ എത്ര ഇപ്പോൾ തൽക്കാലം. അവിടെ ഞാൻ ഫുൾ കാർസ് ഞാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ കാർസും ഞാൻ അവിടെ കൊണ്ടുപോയിട്ട്. ഏതല്ല ഞാൻ എവിടെ കാർ മാർക്കറ്റിൽ പോയിട്ട് ഇവിടെ നല്ല BMW ഇത് കൊള്ളാം. അവിടെ ഇതൊന്നും വലിയ ലുക്കില്ലല്ലോ. ബാർഗെയിന് 10,000 10,000 എപ്പോൾ എടുക്കാം. 12,000 അങ്ങനെയാണോ? വേണ്ട, എനിക്ക് നിന്റെ വണ്ടി എവിടെ? ഡോഡ്ജ് 23,000 എന്നാലും ഒരു 19,000 ഞാൻ അടുത്ത് സെറ്റ്. ഇങ്ങോട്ടില്ല. ഓക്കെ, സെറ്റ്. വണ്ടി കിട്ടി, ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ വണ്ടി ഇവിടെ പോട്ടെ. ഓഫീസ് അല്ലല്ല, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്കൊരു സ്ലോട്ടും കൂടി വാങ്ങിയേക്കാം. ഇനി ഒന്നും വാങ്ങിക്കാമല്ലേ? ഓക്കെ, അപ്പോൾ അത് തീർന്നു. അത് കൊള്ളാം. വിൻറ്റേജ് വണ്ടി എനിക്കിഷ്ടമാണ്. 60 50 ആണെങ്കിൽ ഓക്കെ, സെറ്റ്, റെഡി. ഇവിടെ എടുത്ത് പോർഷെ 1,40,000 1,10,000. എടാ കയ്യ കാശില്ലല്ലോ. കയ്യിലുള്ള ഫുൾ ക്യാഷ് വെച്ചിട്ടാണ്. വേണമെങ്കിൽ എടുത്തോ. വേണ്ട, ഒരു മിനിറ്റ്, ഞാൻ സ്കിൽ പോയിന്റ് അപ്ഗ്രേഡ് ചെയ്യട്ടെ. എടാ രാത്രി. അപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞത് ബാർഗെയിൻ വാങ്ങിക്കാനാ. ഇതൊക്കെ തോന്നുന്നു പൈപ്പായിട്ട് വാഷ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ തുടക്കില്ലേ ഇന്ന് വണ്ടി. ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് പൈപ്പ് കിട്ടുന്നതാണ്. ഞാൻ തൽക്കാലം കസ്റ്റമേഴ്സ് ആർ ലെസ് ആംഗ്രി നൗ. അപ്പോൾ പെട്ടെന്ന് ഇത് അൺലോക്ക് ആവത്തില്ലേ? ലോ ഡാമേജ്, യുവർ വെഹിക്കിൾസ് നൗ ടേക്ക് ലെസ് ഡാമേജാ. അതൊക്കെ എന്തൊരു ഓക്കെ. അപ്പോൾ അത് ബാർഗെയിൻ ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. പൈപ്പ് കിട്ടി. ഫുള്ള് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു കേട്ടാ. ഈ 2 കൂടി കിട്ടിയാൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഉറങ്ങിയിട്ട് വരാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് രാത്രി സെറ്റപ്പ് ചെയ്യാം. എന്നിട്ട് നാളെ രാവിലെ ഉറങ്ങി എണീച്ചിട്ട് വന്നിട്ട് ഫുൾ അടിപൊളിയാക്കാം. അപ്പം ഞാൻ എല്ലാ കാർസും ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം, ഇവിടെ കൊടുന്നിടണം. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇവിടുത്തെ കാർസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടും കൊള്ളാം. ഇത് രണ്ടും മറ്റേ വിൻറ്റേജ് BMW ടൈപ്പ് പോർഷെ. BMW സെഡൻ 3 ഉണ്ട്. ഇത് മറ്റൊരു സാധാ XUV. ഇത് BMW വേറൊരു മോഡല്. എന്നിട്ട് ബെൻസാന്ന് പറയുന്നുണ്ട്, ലോഗോ അല്ല എന്നുള്ളൂ. ഇതും ഒരു സാധാ മോഡൽ. അപ്പം ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ മോനെ ഏതാ? ഞാനപ്പോൾ റിച്ചായി. ഞാൻ കണ്ടു ഈ കാറൊക്കെ വിറ്റിട്ടൊരു 10 ലക്ഷം ഉണ്ടാക്കും കേട്ടാ. അടുപ്പിച്ചിരട്ടെ. എല്ലാ കാറും കൊള്ളുമായിരിക്കും ഇതിൻ്റെ അകത്ത്. കുറച്ച് സ്പേസ് തരണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നം. സെറ്റ് തുടച്ചേക്കാം. ക്ലീനായി കിടക്കണം വണ്ടി. അടുത്ത വണ്ടി അടുത്തത്. ഇത് കൊള്ളാല്ലേ, ഇത് എടുത്തിടാം. ഇവിടെ ക്ലീനിങ്ങൊക്കെ ഭയങ്കര ഫാസ്റ്റായി. ഇത് കണ്ടോ, പെട്ടെന്ന് ക്ലീൻ ആവുന്നു. ഞാനൊക്കെ ഇതിന് മുമ്പ് തുടച്ചൊരു വിധം അയക്കണ കേട്ടാ. ഇതിനെത്ര? ഇതിനൊന്നുമില്ല. ഇതപ്പോൾ ബെൻസിൻ്റെ അപ്പുറത്ത് എടുക്കട്ടെ. ഈ വണ്ടി കൊള്ളാം. കുറച്ചുകൂടി കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോർഷൻ ഓടുമ്പോൾ തട്ടിയെന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. ബാക്കിലൂടെ നടക്കാൻ പറ്റില്ല. അത്ര മതി. അടുത്തത് നമുക്ക് 3 BMW ഇവിടെ കൊള്ളു. 1 2 സെറ്റ്. 3 BMW കൊള്ളു. BMW. അപ്പം ഇനി അടുത്ത വീഡിയോസിൽ എനിക്കിത്
നമുക്കതൊന്ന് സെറ്റപ്പ് ചെയ്യണം. കട ഉണ്ടാക്കണം. കട നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണൊരു പ്രശ്നം. നമ്മളത് ബിൽഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കുറച്ച് എൻജിനീയറിങ് ഇതൊക്കെ വേണ്ടി വരും. എടാ മോനെ പൊന്നോ, ഇതൊരു സ്പീഡ് അതിന്. ക്ലീനിങ് മാത്രമല്ല കേട്ടോ, വണ്ടിക്ക് സ്പീഡ് ഓടിയെന്നാണ്. ഓക്കെ, BMW ഇതിനെക്കാണ്ടി ചെറുതാണല്ലോ വലുപ്പത്തിൽ. 2 BMW കൂടി ഉണ്ട്. BMW ക്ലീനിങ് നമുക്ക് അവസാനം ചെയ്യാം. അതെന്നല്ലേ. BMW. ഓ, അവിടെ ഒരു വിൻറ്റേജ് സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടാ. ഓ, BMW കൊള്ളാം. കറക്റ്റല്ലേ? കറക്റ്റ്. എല്ലാ വണ്ടി കൂടെ കൊടുന്നിടണം. ഞാൻ 30 മിനിറ്റ് കേട്ടോ, 30 മിനിറ്റ് ഞാൻ വീഡിയോ. 30 മിനിറ്റിൻ്റെ മുകളിലേക്ക് ഞാൻ കിടക്കൂല. 20 മിനിറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 30 മിനിറ്റിലോട്ട് എത്തിച്ച്. 30 മിനിറ്റായി. ഇപ്പം 16 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് വേറെ മോഡലാണല്ലോ. അല്ലേ, ഇതിപ്പോൾ നമ്മൾ എടുത്ത 2 മോഡലല്ല, ഇത് വേറൊരു മോഡലാണ്. നാളെ അതൊക്കെ ഉണ്ടാവും. നാളെ അയ്യോ, ഈ കാർ മൊത്തം ഒരു ദിവസം കൊണ്ട് വെക്കണം. അതാണ് എൻ്റെ ടാർഗറ്റ്. പോകണോ? ലുക്കായിട്ടുണ്ട്. ഇതാവും തമ്മിൽ കേട്ടാ. ഒന്നും വിളിച്ചില്ലല്ലോ. ഇനി ഏതെടുക്കും? ഇനി നമുക്ക് വിൻറ്റേജ് സെക്ഷൻ. അവിടെ ഇതിൻ്റെ ഒക്കെ സൗണ്ട്. അതിവിടെ വേറെ കളറ്. എന്തോ വണ്ടിക്കൊരു നീങ്ങാനൊരു ബുദ്ധിമുട്ട്. ഓക്കെ, സെറ്റ്. ഏതല്ലേ ശരിയായ ലുക്ക വണ്ടി. വിൻറ്റേജ് ആണ്, വിൻറ്റേജ്. അങ്ങനത്തെ ഒരെണ്ണം എടുക്കണം. ഓ, ഇത് വേറെ ചടങ്ങുണ്ട്. ഇതെല്ലാം ഫോട്ടോ എടുത്തിട്ട് വെക്കാനിടണം. ഇവിടെ ഞാൻ 2 വിൻറ്റേജ് വണ്ടി കൂട്ടാ സെറ്റ്. ഇതിൻ്റെ അകത്ത് എവിടെ വണ്ടി വെക്കാട്ടാലും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, സെറ്റ്. ഏതല്ലേ പാർക്കിംഗ് ഒക്കെ? ശരിയായ പാർക്കിങ്. എത്ര വണ്ടി ഉണ്ട്? കുറേ വണ്ടി ഉണ്ടല്ലോ. അത് ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയിടും? ഫുള്ളോ പുറത്തിട്ട് വെക്കാൻ പറ്റണോ? ഇതൊന്നും നീളല്ലേ ഈ വണ്ടി? നമ്മുടെ ഒരു 5 വണ്ടി കൊള്ളിക്കാൻ പറ്റുമോ? ഇത് ബാക്ക് മുട്ടല്ലോ. പൊട്ടിന്ന് തോന്നണേട്ടാ. ഇല്ല. ഓക്കെ. ഓ, കയറി കിടക്കുന്നത് കുറച്ച് നീളം കൂടുതലാണ്. ഇനി അങ്ങനത്തെ ഒരു വണ്ടി കൊണ്ട് അത് കഴിഞ്ഞിട്ട് 2 പോർഷെ ഇടാം. ഇതിലിപ്പോൾ റയർ വണ്ടികളൊന്നുമില്ല. ഞാൻ ഇനി എൻ്റെ ഒരു ആഗ്രഹം എല്ലാ വേറെ വീഡിയോ നേരത്തെ പറഞ്ഞില്ലേ, ഇനി ഓരോ വീഡിയോ ഞാൻ ഓരോ കാർസിൻ്റെ വിൻറ്റേജ് കാർസിൻ്റെ ഒരു ഡീലർഷിപ്പ് ചെയ്യാൻ തുടങ്ങും. ഒരു ദിവസം ഓൺലി വിൻറ്റേജ് കാർസ്, എന്നിട്ട് ഒരു ദിവസം പിന്നെ ഫുള്ള് നല്ല സൂപ്പർ കാർ ഏതെങ്കിലും. സുപ്ര ഉണ്ട്. സുപ്ര കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് ഇതുവരെ. മറ്റേ പുതിയ മോഡൽ സുപ്ര കേട്ടോ, പഴയ സുപ്ര അല്ല, പുതിയ സുപ്ര. അതെടുക്കണം. ഇവിടെ 5 എണ്ണം നിർത്താൻ പറ്റില്ല.
ഓക്കെ അത് സെറ്റ്. ഈ ചളി എത്ര തുടച്ചിട്ട് പോകുന്നില്ല. കുഴപ്പമില്ല. ഇല്ല കണ്ട എന്നിട്ട് കഴിയപ്പോ. ഓ ഇത് കിട്ടി കേട്ടോ എനിക്ക് പൈപ്പ്. ഓടോ മോനെ ഇത് കൊള്ളാം. ഇതെനിക്കിപ്പോ കിട്ടിയ നേരത്തെ അപ്ഗ്രേഡ് ചെയ്തപ്പോ. തീർന്നു. അത് കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ചുറ്റിക്കാൻ പോയി വാങ്ങിയായിരുന്നു. ഏതൊരു ബ്രോ കമന്റ് ചെയ്തായിരുന്നു ചുറ്റികേറ്റും മറ്റേ ഇതിന്റെ അകത്ത് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് അയാൾക്ക് തന്നെ സാധനം വെക്കാന്ന്. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. കളിക്കട്ടെ. ഇത് എളുപ്പായി. വണ്ടി ശരിക്കും വാശീനൊക്കെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പുറത്ത് ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ കിടക്കട്ടെ. വണ്ടി എന്തായാലും അവന്മാർ ഓടിച്ചിട്ടൊന്നല്ല കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ കിടന്നാൽ മതി. ഓ വണ്ടിയുടെ ഫോട്ടോസ് എടുക്കണം. എല്ലാ വണ്ടിയുടെ ഫോട്ടോസ് എടുത്തിട്ട് വേണം ഇതാക്കാൻ. ഓക്കെ അല്ല ഇത് ലാസ്റ്റ് ഇടാം. ഇതൊക്കെ കൊണ്ടുപോയിരട്ടെ. ഞാൻ എനിക്ക് എല്ലാ വണ്ടിയുടെ ഡ്രൈവ് ടെസ്റ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഒരു 30 മിനിറ്റിലും കൂടാൻ ചാൻസ് കാണുന്ന കേട്ടോ ഞാൻ ഈ വീഡിയോ. ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഇതൊക്കെ എന്തൊരു വണ്ടിക്ക് എന്ത് പറ്റില്ല. ഓക്കെ ഇനി അപ്പം എത്ര വണ്ടിയും കൊണ്ട്? ഇനിയൊരു 3 വണ്ടിയും കൊണ്ട് തോന്നുന്നു. 3 4 3 വണ്ടി. പോർച്ച് 2 ഫ്രണ്ട് ഇടും ഞാൻ. കണ്ണിട്ടിരിക്കാൻ. ഏതാ എനിക്കിപ്പം തന്നെ ഇത് ഫുള്ള പോലെ കണ്ടാ. അത് പെട്ടത് ഫുള്ളാവും നീ. വെളുത്ത് വണ്ടി കഴുകിയേക്ക്. വെള്ളം കുടി. ഓഫീസും കഴുകട്ടെ. വെള്ളം കുടിച്ചോ. വെള്ളം കൊടുത്തല്ലേ വണ്ടിക്കോ. ഇനി നമ്മളെ 2 പോർഷയും കൂടി ഇട്ടാൽ കഴിഞ്ഞ്. 2 പോർഷ ഇവിടെ. പോർഷ 2 ഒരേ കളറാ. എനിക്ക് പിന്നെ പെയിന്റ് പറ്റാനൊക്കെ ഭയങ്കര മടി. അതുകൊണ്ട് ഞാൻ പെയിൻ്റൊന്നും പറ്റില്ല. ഇതൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചത് കേട്ടാ. ഞാനൊരു ഇതിനും എടുത്തിട്ടുണ്ടാവും ഒരു 10-15 മണിക്കൂർ. അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഞാൻ ഈ വണ്ടികളൊക്കെ സെറ്റാക്കിയത്. ഓൾമോസ്റ്റ് ഒരു 20 ലക്ഷം അങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു. പിടിച്ചോ. ഒരു വണ്ടിയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ്. എന്നിട്ട് പിന്നെ ഉറങ്ങി എണീച്ച് വന്നിട്ട് നമുക്ക് കിട്ടാൻ മതി. അല്ല ഉറങ്ങി എണീക്കണേക്കാട്ടി നല്ലത് ഇപ്പം തന്നെ നമുക്ക് ക്യാഷൊക്കെ സെറ്റ് ചെയ്തിട്ട് പോവാം. ഇടിച്ചിടിച്ചിടിച്ച് ഇല്ല. മറ്റേനെക്കാട്ടി പവർ കൂടുതൽ ഈ വണ്ടിക്ക്. എന്താ വലിയ വ്യത്യാസം ഉണ്ടാ? സെയിം വണ്ടിയല്ലേ. അവൻ ട്യൂൺ ചെയ്തിട്ടുണ്ടോ കേട്ടാ. ഓക്കെ അപ്പോൾ ടാബ് എവിടെ? ഇനി എല്ലാത്തിൻ്റെ ഇത് രണ്ടും ഒന്നല്ലേ? രണ്ടിനും ഒരേ ഫോട്ടോ എടുത്താൽ പോലെ. അയ്യോ ഇത് കണ്ടുപിടിക്കണല്ലേ. ഇതിന് എത്ര കൊടുക്കാം? ഒരു 10 ലക്ഷം വെച്ചിട്ട് ഞാൻ എല്ലാ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. എത്ര? 100 ലക്ഷം അല്ലേ? പോർച്ച് അതിന് ഈ ഫോട്ടോ ഇരിക്കട്ടെ. പോർച്ച് 2. ഇനി റേറ്റ് ഒന്നും വരണ്ട. അല്ല ഫോട്ടോ എടുക്കുന്നൊന്നുമില്ല ഞാൻ അങ്ങോട്ട് ഇടുക എല്ലാതും 10 ലക്ഷം വെച്ചിട്ട്.
എന്തായാലും അവര് വണ്ടി വാങ്ങിക്കാൻ വരുന്ന കാശേ പറയുള്ളൂ. നമ്മള് ഇന്നത്തെ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? ഫോട്ടോ എടുക്കാൻ തീരത്തില്ല കേട്ടാ, അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാത്തത്. എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുക്കണം. നോട്ട് ഓൺ സെയില്. ഒരു വണ്ടി എനിക്ക് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അല്ല GTR ഇട്ടട്ടെ എടുക്കാം. നോട്ട് ഇൻ ദ ഓഫീസാ? അതേത് വണ്ടി നോട്ട് ഇൻ ദ ഓഫീസ്? Who is that? ബക്കറഗർ. അവനെവിടാ? ഈ വണ്ടിയൊക്കെ ഞാൻ വെക്കാട്ടില്ലേ? വണ്ടിക്കൊന്നും ബോർഡ് കാണിക്കാത്ത. ഓ ഇതേ കിടക്കുന്നു. ഓ അത് എണീച്ചിട്ട് വരാം. അത് ഇറങ്ങി എണീച്ചിട്ട് വരാം. പെട്ടെന്ന് പോവാ അങ്ങോട്ട്. ഓക്കെ 89,000 നഷ്ടാ. കണ്ടോ, നാളെ 10 ലക്ഷം ഉണ്ടാക്കും ഞാൻ. 10 ലക്ഷം ആ വണ്ടികൾ വിറ്റിട്ട്. ഞാൻ യു ഹാവ് അൺപെയ്ഡ് ബിൽസ്. ഓ അൺപെയ്ഡ് ബിൽ, അത് ഭയങ്കര ചടങ്ങ് കേട്ടാ. പിന്നെ ഇഷ്ടംപോലെ രൂപ പോകും. നമ്മളവിടെ ആദ്യം ഒരു ഫോട്ടോ എടുക്കണം. ഓക്കെ സെറ്റ്. അപ്ഗ്രേഡഡ് അവർ ഗാരേജ്. അല്ല ആ വണ്ടി ശരിയാക്കാണ്ട്. കട ക്ലോസ്ഡ് ആണെന്നല്ലേ? അയ്യോ അച്ഛനതിൽ ശരിയാക്കുമല്ലോ. ഉണ്ടാ 227. ആ 10 ഞാൻ കട വന്നിട്ട് തരാം. ചെറുതായി കട, പക്ഷേ കാർസ് കൂടി. അതാണ് നമ്മുടെ വിജയം. നമുക്കെന്തിന് ഇത്ര വലിയത്? അതായത് നമുക്ക് ഇത്ര ചെറിയ ഓഫീസ് മതി. അത് കയറുന്നു, കമ്പ്യൂട്ടർ എടുക്കുന്നു, ബില്ലൊന്നും നോക്കട്ടെ ഏട്ടാ. അത്യാവശ്യം എമൗണ്ട് ബില്ല് വരും. 33,000 ഉള്ളൂ. ഓക്കെ അപ്പോൾ കുഴപ്പമില്ല. 14 കാർസ് ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ട്. ഒരു കാർ ഇപ്പോൾ ശരിയാവും. അയ്യോ പൊടി പിടിക്കുന്നു ഇവിടെ. പൊട്ടിലേതുണ്ടാവണം, പെട്ടെന്ന് പൊടി പിടിക്കുന്നു. എല്ലാ വണ്ടിയും പൊടി പിടിച്ചേട്ടാ. ഓ എനിക്ക് സ്കിൽ പോയിന്റ് കിട്ടി. എനിക്ക് ഇനി പെട്ടെന്ന് സ്കിൽ പോയിന്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇതിന് ആള് വന്നാ വിന്റേജ് കാർസിന്. ആൾക്കാരെ കൊണ്ടൊന്ന് ഇറങ്ങി കേട്ടാ. ഓ കൊറേ തിരക്ക് നോക്ക്. സ്കില്ല് ഏതാ? ഒന്നുള്ളൂ. ഒന്ന് വെച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്നും പറ്റത്തില്ല. ഓൾറെഡി ഹാവ്. ഓക്കെ ബൈ. അപ്പം ഞാൻ എല്ലാ വണ്ടിയും അങ്ങോട്ട് വിറ്റ് തുടങ്ങട്ടെ. കൊച്ചിയിലേത് വണ്ടിയത് ഫ്രഷ് വണ്ടിയാണ്. ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. 28,000. 19,000 ഇത്ര വണ്ടി. 19,000 വണ്ടി നമ്മൾ ഒരു 40 വയ്ക്കാം. 40 എടുക്കുകയാണെങ്കിൽ എടുത്തോ. 40 19 38. ലാസ്റ്റ് 38. ഇല്ലെങ്കിൽ പൊക്കോ. ഒന്നും പറയില്ല എനിക്ക്. ഓക്കെ ബൈ പൊക്കോ. 38 കൊണ്ടുപോയിക്കോ. 30 ബാർഗി. 38,000 ഓൺലി ഇരട്ടി വിലക്കുള്ള വണ്ടി. പൊക്കോ. ചില ആൾക്കാർ ക്യൂ നിൽക്കുന്നിട്ട് ആ പെണ്ണിന് വില കൂട്ടാൻ പറ്റില്ല എന്ന്. വേണ്ടാ പൊക്കോ. 28 38. ഞാൻ ഇങ്ങനെ മറ്റേ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് 50,000 വണ്ടി 5,000 വിറ്റ്. അറിയണ്ടല്ല, ഒരു പൂജയുടെ വിട്ടുപോയി. പെട്ടെന്ന് ഞാൻ എൻ്റർ അടിച്ചേക്ക് അവരതും കൊണ്ടുപോയി. അല്ലെങ്കിൽ നിങ്ങളതും കമൻറ്റ് ചെയ്തായിരുന്നു. ഇതിന് മുമ്പത്തെ 2 വീഡിയോയിലും ഞാൻ അറിയാണ്ട് വിറ്റെന്നാണ്. അതേപോലെ തന്നെ ഇതിനും വിറ്റ്. അതെ വേണ്ട പൊക്കോ. എടാ പോവല്ലേ. എടാ ആൾക്കാർ തെറ്റിപ്പോന്ന്. 44,000 വണ്ടി എത്രനെടുക്കും? ബാർഗെയിൻ 80,000.
ആൾക്കാരൊക്കെ പോകുന്ന കേട്ടാ കാത്തുനിന്നിട്ട്. ഇവിടെ പണിക്കാളെടുക്കാൻ പറ്റുമോ? ഇവിടെ ഒരു വണ്ടി പോയില്ലേ? പോയി ചേട്ടൻ. 35,000. അവിടെ അവനും പോയി. എല്ലാരും പോകുന്നു. നല്ല വണ്ടി വെക്കണ്ടാണ്. അയ്യോ 1,13,000. 1,13,000 ബാർഗെയിൻ ചെയ്തിട്ട് 1,20,000 കൊണ്ടുപോക്കോ. എടുക്കുന്ന കൊണ്ടുപോയി ചേട്ടൻ. 1,78,000 എന്നാ 80 എടുത്തോ. നല്ല വണ്ടിയാ. ഏതാ ശരിയായ ബിസിനസ്. മെഴ്സഡീസ് കൂപ്പേ 81 90. അടുത്ത് എടേ ലോഡ്ജിലാണാ. ഏ കാർ വിത്ത് ടെർബോ ഇൻസ്റ്റാൾഡ് കാൺ ബി ചീപ്പ്. അത്ര ഉള്ളൂ. 35 ആക്കിയാൽ ലാസ്റ്റ്. 38 ഞാൻ പറ്റോട് പറഞ്ഞത്. വേണ്ട പൊക്കോ. ചേച്ചി പറ. വിൻറ്റേജ് സെക്ഷനിലാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പൊ തന്നെ 4 ലക്ഷമായി ചേട്ടാ. 28 35 34. ഇനി ചോദിച്ചാൽ ഞാൻ തുപ്പും. ഓർക്കാൻ ഇല്ല. ഓക്കെ ഏട്ടനെ കണ്ടാ പറയാം ഈ വണ്ടി കറക്റ്റാണ്. ഏട്ടനങ്ങ് എടുത്തു. 33 ലാസ്റ്റ് വരും. ഇല്ല ഓക്കെ. ഇവിടെ പോർഷേക്ക് ആള് വന്ന് 3 ലക്ഷം. ഇല്ല കൊടുക്കുന്നില്ല. 2.5 കിട്ടണം എനിക്കത്തിന്. 1.30 വണ്ടിയാണ്. 1.70. 1.80. 50,000 ഇല്ല. അപ്പം കൊണ്ടുപോയി. ഓ വിൻറ്റേജ് കടറ അകത്തൊക്കെ കയറിക്കുന്ന ഒരു തയ്യാറവൻ. 2.39. 2.50. 2.50 2.60 ആണല്ലോ. 2,50,000 കൊണ്ടുപോയി. എടാ വിൻറ്റേജ് കാർ പറഞ്ഞ വിലക്ക് വാങ്ങിക്കും കേട്ട ആൾക്കാര്. ഏതാലേ ഇവിടെ ഡേർട്ടി വണ്ടിയാ. ഈ വണ്ടി ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചി എത്ര പറഞ്ഞ റേറ്റ്? 50,000. ഒരു 85 കൊണ്ടുപോക്കോ. കുറച്ച് ക്ലീനിങ് പ്രശ്നം ഉണ്ടെന്നുള്ളൂ. അതൊരു പ്രശ്നമില്ല. കൊണ്ടുപോയില്ലേ? ഏത് വണ്ടിയാ പോയാപ്പോ? 85,000. ഇപ്പൊ പോയി. അപ്പൊ നേരത്തെ ഏത് വണ്ടിയാ പോയത്? അത് ശരി. എടാ 10 ലക്ഷം. ഞാൻ മില്യനിയറായി. ഐ ബിക്കേം മില്യനിയർ ഇൻ കാർ ബൈ സെല്ലിങ് കാർ. അത്രേ ഉള്ളൂ. അതും കൊണ്ടുപോയി. എടാ ഇത് വെള്ളം കളിയട്ടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ 20 ലക്ഷം ഉണ്ടാക്കുന്നു. 62,000. ഒന്ന് പോയടേ. 4,000 കൂട്ടി വെച്ചിരിക്കുന്ന. 70,000 കിട്ടാണ്ട് വണ്ടി കൊടുക്കൂല ഞാൻ. 70,000. BMW ആണ്. 30,000. അവൻ 30,000 ചോദിച്ചാ? അങ്ങനെയാണോ? അങ്ങനെ 40,000. 35. അടുത്ത് എന്തിനു വേണോ? 54,000. 62,000. ആലോചിച്ചോ. ഉണ്ട്. എടാ ഈ പോർഷയ്ക്ക് ആൾക്കാർ കൂടി. ഇത് വില കൂടിയ പോർഷയാണ് കേട്ടാ. വെറുതെ അല്ല. മറ്റേ വണ്ടിക്ക് കുറെ പണി ഉണ്ടായിരുന്നു. 2,13,000. അയ്യോ 22,222 വിട്ടത്. ഞാൻ 2,22,000 വിചാരിച്ചത്. കൊണ്ടുപോയി. എടാ എന്റെ വീട് 2 ലക്ഷം രൂപ എനിക്ക് നഷ്ടം വന്നവിടെ. 2 ലക്ഷം. അവിടെ ഇപ്പൊ വില കൂട്ടിച്ചു വെച്ചേട്ടാ.
അവിടെ ഇന്നും കൊണ്ടുപോയി എന്നെ. നാട്ടുകാർ പറ്റിക്കുന്നടാ. ആ കൊള്ളല പഠിക്കാൻ നോക്കിയതാ, നടന്നില്ല. വണ്ടീസ് തീർന്നു. ആ ഒരു വണ്ടിയും കൂടെ വിറ്റിട്ട് ഞാൻ വീഡിയോ നിർത്തുവാണ്. ഈ 35 മിനിറ്റ് കൂടിയല്ലേ, കുഴപ്പമില്ല. ഞാൻ പറ്റിച്ച്. എന്ത് പെട്ടെന്ന് വണ്ടി ക്ലീൻ ആവുന്നറിയോ? വണ്ടി വെളുത്ത്. എന്നിലാണ് എൻ്റെ പ്രതീക്ഷ. 15 ലക്ഷം അടുപ്പിക്കണം. നമ്മ നടുക്കിട്ട് വെക്കും ഈ വണ്ടി, നടുക്ക്. ഈ വണ്ടി ഇന്നൊക്കെ വിറ്റ് പോകും. വണ്ടിയുടെ വാല്യൂ ഉണ്ടോ നിങ്ങള്? സൂപ്പർ കാർ നട്ടു വെക്കും ഈ വണ്ടി. സൂപ്പർ കാർ 50,000, 10 ലക്ഷം. എടാ എന്നാലും 2 ലക്ഷം പോയത്. എന്തായാലും അപ്പോൾ 15 ലക്ഷം ആവും. അപ്പം നമ്മൾ 1.5 മില്യൺ റുപ്പീസ് ഉണ്ടാക്കി. എങ്ങനെ പോയി ലാഭമാണ് കേട്ടാ. ഞാൻ ഗാരേജ് സെറ്റാക്കി. അപ്പോൾ നമുക്ക് കട വലുതാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഒന്നുകൂടി കട വലുതാക്കാം. ഞാൻ കുറച്ചുകൂടി കാർസ് കൊടുത്തിട്ടെ. നമുക്ക് വീണ്ടും സ്കിൽ പോയിന്റ് ഇല്ല, കിട്ടിയിട്ടില്ല. ഈ ടൂൾ എന്തായാലും കൊള്ളാം കേട്ടോ. ഇതെന്താണ് അവന്? ബിയർ പ്ലെന്റി ഓഫ് ഹൈ ആൽക്കഹോൾ കണ്ടന്റ് ഓപ്ഷൻ ഹാവ് ബീൻ കെയർഫുള്ളി സെലക്ടഡ് ഫോർ യു. കഴിക്കൊണ്ടിരിക്കട്ടെ. അവന് വന്നാല് ആരും വരുന്നില്ലല്ലേ. മാറി നിൽക്കാം, ഒളിച്ചു നോക്കാം. അതിന് വന്നാല് നീക്ക് ചുറ്റിക കാണിച്ചു തരാം. ചുറ്റിക ഞാൻ വാങ്ങിയിരുന്നു അറിയില്ലേ. ചുറ്റികയിട്ട് എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന കാറില്ലേ, ചുറ്റിക എടുക്കുക. അങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് അങ്ങനെ ഓരോ അടിക്കും ഓരോ പാർട്സ് വെച്ചിട്ടും വരും. ഹായ് പൊടി പൊടിക്ക് അടി എത്താന്നു ലാസ്റ്റ്. എന്താ പോവാത്തേ? പോ. പോയി. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പറക്കിയിട്ട് അവൻ്റെ കടുത്ത സാധനം നമ്മ അവനക്ക് തന്നെ കൊടുക്കണം. എല്ലാം പറക്കാം. പക്ഷെ വലിയ കാശൊന്നും കിട്ടൂല ഏട്ടാ, വെറുതെ. എല്ലാം എടുത്തില്ലേ. ഇനി അവനക്ക് കൊണ്ടെടുത്ത ഒരു $120 വരും. 85 അപ്പം എന്നെ പറ്റിച്ച്. എടാ കാരണം എന്താ ആരും വരാത്തേ? നല്ല വണ്ടിയിരുന്നല്ലേ. 7 മണിയായി. വന്ന് എന്തായാലും ചേച്ചി പറയണ കാശിനെ കൊടുത്തില്ലെങ്കിലും കുറച്ച് കാശ് കൂട്ടിയിട്ടേ കൊടുക്കും. ഒരു 80 കൊടുക്കാം. 80,000 വണ്ടി തരാം. വർഗെ 80,000 എടുക്കുന്നോ? 75,000 ലാസ്റ്റ്. സെറ്റ്. അപ്പം നമ്മൾ കട സക്സസ്ഫുള്ളി മറ്റേ പണിയൊക്കെ തീർന്ന് ഇനി കട അടച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. ക്ലോസ്. കാർസൊക്കെ തീർന്ന്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഫുള്ള് കാർസായിട്ട് വരാം. ഓക്കെ, ഫുൾ കാർസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടി ഡീലർഷിപ്പ് വലുതാക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി പറഞ്ഞതിനെക്കാട്ടിയും. ഒരു 39 മിനിറ്റ് ആയിരുന്നുള്ളൂ. കുഴപ്പമില്ല, ഞടിച്ചടഞ്ഞിട്ട് പോലെ കണ്ടുണ്ടാവുക. അപ്പോൾ ബൈ ടാറ്റ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. 14 ലക്ഷം 49 നമ്മൾ ഉണ്ടാക്കി കേട്ടെന്ന് കാർസ് ഇട്ടിട്ട്. അപ്പോൾ കൊള്ളാം. അപ്പോൾ അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. ബൈ ടാറ്റ ബൈ.